എവിടുന്ന് കിട്ടി ഈ മോതിരം? എന്താ വല്യത്ത? ചോദ്യം ഇങ്ങടെ വേണ്ട, ഉത്തരം പറയാ. കൊളത്തിൽ മുങ്ങിയപ്പോ കാൽവരലി തടഞ്ഞു. എങ്കി നീ നിന്നെ ഒറ്റയ്ക്ക് വിടണില്ല, അകത്തേക്ക്. അവൻ വരും, വന്നിരിക്കും. ഒറ്റയ്ക്ക് ചേർത്ത് നിൽക്കാൻ നിനക്കാവില്ല. ഞാനും കൂടി പോവാ കുട്ടിയുടെ കൂടെ. കന്യകളൊക്കെ ഒറ്റയ്ക്ക് അകത്തേക്ക് പോണ്ടത് അതല്ലേ ചടങ്ങ്? കുട്ടിയുടെ ജീവനാ ഇപ്പൊ മുൻതൂക്കം. ഈ ഉടവാളും കുത്തുവിളക്കും പരമ്പര പണ്ടങ്ങൾ മാത്രമല്ല, അവനെ നേരിടാനുള്ള ആയുധങ്ങൾ കൂടിയാ. നടക്കുക. ഓരോ കാൽച്ചുവടിലും ആപത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നീങ്ങിക്കോളൂ. ഞാൻ പിന്നിലുണ്ട്. ഗായത്രി! 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 ഞാൻ പറയണത് എന്തീ കാണിക്കുന്നേ? ആ വല്യക്കാൻ അയാളാ കുട്ടിമണിയെ കൊന്നത്. കൃഷ്ണനുണ്ണി അല്ല. ഞാൻ പറയണത് കേക്ക്. വിശ്വസിക്കില്ല. ഗായത്രി! വേണ്ടത് പോലെ നീ വിചാരിക്കുന്ന പോലല്ല. ആ വല്യത്താൻ അയാളും. ഗായത്രി വേണ്ട. ഗായത്രി ഞാൻ പറയട്ടെ. ഗായത്രി നീ വിചാരിക്കുന്ന പോലല്ല വല്യത്താൻ. ഗായത്രി നീ ഞാൻ പറയണത് കേൾക്കും. കോവില് വീണ്ടും ചോര ഒലിപ്പിക്കാൻ എത്തി നീ. ശ്രീഹരൻ തന്ത്രി പറഞ്ഞു പണ്ട് നടന്നെല്ലാം. കുട്ടിമാണിയെ കൊന്ന ആരാന്ന് എല്ലാരെയും ഞാൻ അറിയിക്കും. ഇയാളുടെ അടുത്ത് നിൽക്കട്ടെ ഗായത്രി. കൊല്ലം കൊണ്ടുവന്നിരിക്കാൻ നിന്നെ. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞത് വിശ്വസിക്കേ. ഇവന്റെ വളർന്നു വരുന്ന മുഖം കണ്ടപ്പോ ആദ്യം ഭയന്നു. പക തീർക്കാൻ കൃഷ്ണനുണ്ണി പുനർജനിച്ചു നിരീക്ഷിച്ചു. ഓരോ വിരൽപ്പാട് വളരുമ്പോഴും ഭീതിയോടെ കരുതിയിരുന്നു. ഒടുവിൽ മുഖം മാത്രമേ ഉള്ളൂ, മനസ്സ് വേറെ എന്ന് കണ്ട് ആശ്വസിച്ചപ്പോഴാ നിന്റെ വരവ്. എല്ലാം തനിയാവർത്തനം ചെയ്തേ അടങ്ങൂ എന്ന പോലെ കുട്ടിമാണി നീയായിട്ട് വന്നു. അവളുടെ പകയാണിതെന്ന് കറ തീർന്ന് വിശ്വസിക്കാൻ
ഭരതൻ ഞാൻ ഒരു കുട്ടി. നിങ്ങളെ രണ്ടാളെ അകറ്റി മൃദംഗവും കാൽച്ചുകൊടും സത്യമോ എന്ന് പരീക്ഷിച്ചു. മന്ത്രവിധികളും യന്ത്ര സമുച്ചയങ്ങളും എല്ലാം സ്വായത്തമാക്കിയത് കുട്ടിമാണിയുടെ പക മേടിച്ച. എന്നിട്ടോ കുടുക്കി എന്നെ. ഒരിക്കൽ ഒരിക്കൽ ഞാൻ വെറുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ വജ്രമോതിരം ഒഴിയാബാധ പോലെ എപ്പോഴും പൊന്തി വന്നുകൊണ്ടേയിരുന്നു. ഈ മോതിരിടണ്ട. എന്താ വല്യത്ത പതിവില്ലാതെ വെക്കണേ? വല്യത്താൻ എപ്പോഴും വിക്കൊണ്ടായിരുന്നു ഉള്ളില്. വിക്കൻ, വിരൂപൻ, തെക്കേ മഠത്തിലേക്ക് വെച്ചേറ്റ നിസാരൻ. പക്ഷേ അവൾ എന്റെ ആവേശമായിരുന്നു. കുട്ടിമാണി, എനിക്ക് പോലും തടയാൻ കഴിയാത്ത എന്റെ ആവേശം. ഒരു മൃദംഗക്കാരൻ വന്ന് കൈയോർത്തപ്പോ പിടഞ്ഞോ മനസ്സ്. ജീവിക്കണമെങ്കിൽ അവളോടൊപ്പം അവൻ മീൻവിളക്കിയപ്പോ കുറിച്ചിട്ടു മനസ്സില്. ഒടുവിൽ ഒളിച്ചോടാൻ വിളക്കെടുപ്പ് ഉപായമാക്കിയപ്പോ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. മനസ്സ് വിട്ടുകൊടുത്തില്ല. നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ മോതിരം നീ ഇടണ്ട. കുട്ടിമാണിയെ ഞാൻ കൊന്നതാ. തെറ്റിതൊഴത്ത അങ്ങോട്ടില്ലത്ത ശ്രീഹരൻ അവൻ ചതിച്ചു എന്നെ. ഭഗവതി കോവിലെ കന്യക വിളക്കിന് ഇനിയൊരു മകൻ പറഞ്ഞാലേ ശാപമോക്ഷമാകുമെങ്കിൽ അതാവണം. ആയേ തീരൂ. കുട്ടിമാണിയെ കൃഷ്ണനുണ്ണി കൊന്നതാണെന്ന കടങ്കഥ പോലെ മനു നിന്നെ കൊന്നതാണെന്ന് ലോകം അറിയട്ടെ. എന്നിട്ട് അവൻ സ്വയം മരിച്ചു. ഈ കാവിന്റെ കഥകളും കോലോത്തിന്റെ പഴക്കവും നിയമങ്ങളുമൊക്കെ ഇനി നിങ്ങളുടെ അവകാശമായി മാറിയിരിക്കണം. ആചാരവിശ്വാസങ്ങളില്ലായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോ ഓരോന്ന് വിശ്വസിച്ച് പോവുക. ടേക്ക് ഇറ്റ്. ദിസ് ബിലോങ്സ് ടു യു. ഇപ്പോ ഞാനിവിടെ കൊണ്ടുപോവുക.